ഫ്രണ്ട്സിന് നമ്മൾ പോകുന്നത് പാണിയലിപ്പോര എന്നൊരു സ്ഥലമാണ് കേട്ടോ. എറണാകുളം ജില്ലയിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് കേട്ടോ ഇത്. അവിടെ വിശാലമായ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. എല്ലാവർക്കും ഓരോ വണ്ടിക്കും ഓരോ ആൾക്കാർക്കൊക്കെ പ്രത്യേകം പാർക്കിംഗ് ഫീ ഒക്കെയാണ് കേട്ടോ. ഇത് പെരുമ്പാവൂരിൽ നിന്ന് ഏകദേശം ഒരു 23 കിലോമീറ്റർ അകലെയാണ് കേട്ടോ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇത് മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷൻ്റെ കീഴിലുള്ളതാണ് കേട്ടോ. നമ്മൾ ഉള്ളിലേക്ക് കയറി പോകുമ്പോൾ ഫുഡൊക്കെ കയ്യിൽ കരുതുവാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ചെറിയൊരു ഷോപ്പുണ്ട്. അവിടെ പരിപ്പോടെ ഒരു കോഫി അത് മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. ഒന്നല്ലെങ്കിൽ കഴിച്ചിട്ട് പോകണം, അല്ലെങ്കിൽ നമ്മൾ ഫുഡായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അത്ര 1.5 കിലോമീറ്റർ ഉള്ളിലേക്ക് നടക്കാനുണ്ട് കേട്ടോ ഏകദേശം. പക്ഷെ നടന്നാലും നമ്മളധികം മടുക്കൂല. കാരണം എന്താ വെച്ചാൽ നല്ല ക്ലൈമറ്റും നല്ല അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. പിന്നെ ഒരുപാട് അവിടെ വാണിംഗ് പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. കാരണം ആന ഇറങ്ങുന്ന സ്ഥലമായ കാരണം ഒരുപാട് വാണിംഗ് ബോർഡുകളും സെക്യൂരിറ്റികളും ഒരുപാടുണ്ട്. നമ്മൾ പോകുമ്പോൾ അവിടെ ഒരുപാട് ഊനാലൊക്കെ ഉണ്ട് കേട്ടോ. ചെന്നപ്പോൾ തന്നെ ഉമ്മായിരുന്നു ഊനാലാടുന്നത് കണ്ടല്ലോ. പിന്നെ അതാ കുറച്ച് ഫ്രൂട്ട്സ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവിടെ ചെന്നിരുന്ന് കഴിച്ചു അവിടെ എത്തിയപ്പോഴേക്കും. പിന്നെ കൊച്ചിന് വെള്ളം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ നമ്മൾ കയ്യിൽ കരുതിയിരുന്നത്. പിന്നെ ആ പൈസയൊക്കെ ആദ്യം തന്നെ ഓടിപ്പോയിട്ടോ. കാരണം ആ പുഴ കാണാനുള്ളൊരു കാരണം ആദ്യമേ ഓടി. നമ്മൾ ആദ്യം തന്നെ ചെന്ന ഉടനെ തന്നെ നമ്മളപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് കേട്ടോ കാറിൻ്റെ അവിടെ നിന്ന് പോകുന്നത്. നമുക്ക് അവിടെ ഡ്രസ്സിങ് റൂമൊക്കെ ഉണ്ട് കേട്ടോ. ഡ്രസ്സിങ് റൂം എന്ന് വെച്ചാൽ ടോയ്ലറ്റാണ്. അവിടെ കയറി നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാം കേട്ടോ. അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങോട്ട് നടന്നു വന്ന് നമ്മൾ ഫസ്റ്റിന് വെള്ളത്തിലോട്ട് ഇറങ്ങിയില്ല. അവിടെ കുറച്ച് നേരം നിന്ന് ഊനാലൊക്കെ ആടി കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് ഇറങ്ങി കേട്ടോ. നമ്മളവിടെ പാർക്കിങ്ങിൽ ഫുള്ളാർന്ന് ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു. പക്ഷെ വന്ന വഴിക്ക് നമ്മളങ്ങനെ ഒരുപാട് പേരൊന്നും കണ്ടില്ല. എല്ലാവരും രാവിലെ പോകുന്നു തോന്നുന്നു. നമ്മളവിടെ എത്തിയപ്പോഴേക്കും ഒരു 11:30-12 മണിയൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മൾ എന്നിട്ട് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് അവിടെ ഇരുന്ന് കഴിച്ചായിരുന്നു. പിന്നെ ഇങ്ങനെ പൈനാപ്പിൾ വെള്ളം അങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കയ്യിൽ. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ വെള്ളത്തിലിറങ്ങി കഴിഞ്ഞാൽ പിന്നെ കയറാനേ തോന്നില്ല. അതുപോലെ നല്ല തണുപ്പും പിന്നെ മഴയൊക്കെ പെയ്തായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. മൊത്തത്തിൽ നല്ല വൈബ് പിടിക്കാൻ പറ്റിയൊരു പ്ലേസാണ് കേട്ടോ. നല്ല എൻജോയ് ചെയ്യാൻ പറ്റും ഫാമിലിയായിട്ട്. പാപ്പിച്ച് വെള്ളത്തിലിറങ്ങിയില്ല. പിന്നെ ഉമ്മയൊന്നും വെള്ളത്തിലിറങ്ങിയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഉമ്മയുടെ കയ്യിലായിരുന്നേ. ഫൈസിക്ക് പിന്നെ പേടിയായിരുന്നു. ഫൈസ ആ കരയിൽ കുറച്ച് വെള്ളം ഉള്ളതോട് തന്നെ ഇങ്ങനെയൊന്ന് കളിക്കുമായിരുന്നു കേട്ടോ. പിന്നെ നല്ല മഴ പെയ്തു. ആ മഴയത്തും നമ്മൾ വെള്ളത്തിൽ തന്നെയായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നേ. പിന്നെ ഒരുപാട് റീൽസൊക്കെ ചെയ്തു, ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു. അപ്പോൾ കുക്കു വെള്ളത്തിലിറങ്ങിയില്ല. അപ്പോൾ കുക്കു ആണ് കേട്ടോ നമുക്ക് വീഡിയോ എടുത്തു തന്നത്. പിന്നെ നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ടേക്ക് ഓഫ് കഫേയിലായിട്ടാണ് കേട്ടോ പോയത്. നെടുമ്പാശ്ശേരിയുടെ അവിടെയാണ് കേട്ടോ ഈ കഫേ. നമ്മൾ ഒരുപാട് റീൽസിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അത്രയും വൈറലായ ഒരു കടയാണ് കേട്ടോ അത്. പക്ഷെ നമുക്കിതുവരെ പോകാൻ ഒത്തിട്ടില്ല. ഇന്നാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പം എല്ലാവരും ഉണ്ടല്ലോ, അത് കാരണം ഒന്ന് അവിടെയും കൂടി പോയിട്ട് വരാമെന്ന് ഓർത്തിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ. അവിടെ പോയിട്ട് നമുക്ക് ചായ കുടിക്കാം. അതാണല്ലോ അവിടെ പോയാലുള്ള മെയിൻ.
നമ്മൾ ചെന്നപ്പോൾ നല്ല തിരക്കുണ്ട്. നമ്മൾ പ്രതീക്ഷയിലും നല്ല തിരക്കുണ്ട്, നല്ല വെയിലും. വണ്ടി പാർക്ക് ചെയ്യണമെങ്കിൽ തന്നെ സ്ഥലമില്ല. റോഡിൻ്റെ സൈഡിൽ തന്നെ ഒതുക്കിയിട്ടിട്ട് നമ്മൾ ആ കഫേയിലിട്ട് കയറിട്ടോ. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ ഭയങ്കര വെയിറ്റിങ്, അതുപോലെ തിരക്ക്. മുകളിൽ കയറിയാലും നമുക്ക് മുകളിൽ കയറിയിട്ടാണല്ലോ കാര്യമുള്ളൂ. മുകളിൽ കയറി കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നപ്പോഴാട്ടോ നമുക്കൊരു സീറ്റ് കിട്ടിയത്. അങ്ങനെ ഇരുന്നതാ. പിന്നെ ഒരുപാട് ഫ്ലൈറ്റ്സും ഹെലികോപ്റ്ററും അങ്ങനെ നമ്മൾ ലാൻഡിങ്ങും ടേക്ക് ഓഫും ഒക്കെ കണ്ടു. അവിടെ നമ്മൾ ലോഡർ ഫ്രൈസ്, ഫ്രഞ്ച് ഫ്രൈസ്, കോഫി അങ്ങനെ അതൊക്കെയാണ് കേട്ടോ കഴിച്ചത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അവിടെ തൊട്ടടുത്ത് തന്നെ വേറൊരു സ്പോട്ട് ഉണ്ട് കേട്ടോ. ഫ്ലൈറ്റ് നമ്മുടെ തലയുടെ മുകളിൽ കൂടെ പോകുമ്പോൾ ഇരിക്കും കേട്ടോ. അത്ര അടുത്ത് നിന്ന് കാണാൻ പാകത്തിലുള്ളൊരു സ്പോട്ടുണ്ട്. അവിടെയും പ്രതീക്ഷിച്ചതുപോലെ തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അവിടെ പോയി നമ്മൾ കുറേ നേരം അവിടെ നിന്ന് ഫ്ലൈറ്റ് കണ്ടു കേട്ടോ. അതിനുശേഷം നമ്മൾ ഒരു 6:30-7 മണി വരെ നമ്മളവിടെ അടുപ്പിച്ച് നിന്നായിരുന്നു. അതിനുശേഷമാണ് കേട്ടോ നമ്മൾ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അതാ നമ്മുടെ ഈ ചെറിയൊരു വ്ളോഗ് അതിൻ്റെ ഒക്കെയാണ്. അപ്പോൾ ഇഷ്ടമായ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതിൻ്റെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം.